നമുക്കൊരു ചെറിയൊരു ദുഃഖം ഫീൽ ചെയ്തു മനസ്സിൽ. കുറച്ച് നേരം നമുക്കൊരു സങ്കടം വന്നെന്ന് പറയാം ഉള്ള പ്രസ്ഥാനങ്ങൾ. പക്ഷേ എൻ്റെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ട് പല ചാനലിലും വന്നു, ബ്ലർ ചെയ്യാണ്ടും പല ചാനലിലും വന്നു ഇപ്പോഴുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച്. അപ്പോൾ എന്നെക്കുറിച്ചാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ഓരോ വ്യക്തികളും, വലിയ വലിയ സൂപ്പർ സ്റ്റാർ നടന്മാർ വരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പോൾ അഖിൽ മാരാരെന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് റൈറ്റ് ഉണ്ട് നമ്മളെ കളിയാക്കാനായിട്ട്? കാരണം പുള്ളി പറയുന്നതുകൊണ്ടല്ലേ കോമാളിയെ റീച്ച് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടും ആൾക്കാർക്ക് മീഡിയ ബൈറ്റ് എടുക്കണമെങ്കിൽ എടുക്കും. നമ്മളാർക്കും ഒരു ഇരയാകുന്നില്ല, മനസ്സിലായ? ഇപ്പോൾ തന്നെ പല പോയിന്റ്സുകൾ ഞാൻ നോക്കിയും കണ്ടൊക്കെ പറയാറുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന വ്യക്തിയോട് വലിയ ദേഷ്യമൊന്നുമില്ല ഈ വീഡിയോ വന്നതിൽ പിന്നെ. പക്ഷേ അഖിൽമാരെ ഞാൻ കെട്ടിപ്പിടിച്ച് കിസ് കൊടുത്തതാണ് പണ്ട്. വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ആയെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, നമ്മളൊരു ആരാധന മൂത്തിട്ട് ചെയ്തതാണ്. പക്ഷേ അഖിൽമാരൻ എന്നെപ്പറ്റി ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം പലരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിൽ കയറിയതുകൊണ്ട് എനിക്ക് ലക്ഷ്യം കാറ് വാങ്ങണമെന്ന് പറയും. ബിഗ് ബോസിൽ വിളിച്ചോ ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസിൽ പോയിട്ട് വേണ്ട പേരൊക്കെ ഒരു കാറ് വാങ്ങാനായിട്ട്. കാരണം എനിക്ക് ഓരോ പ്രോഗ്രാമിനും 25,000 മുതൽ 50,000 വരെ ഒരു പ്രോഗ്രാംസ് ഞാൻ വാങ്ങുന്നുണ്ട്. അത് ഓരോ ആഴ്ചകളിലും 2-3 പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോൾ 1,40,000 വരുമാനമുണ്ട്. അപ്പം തന്നെ 3 ലക്ഷം വരുമാനം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് കുറേയൊക്കെ. അതൊക്കെ വീട്ടുന്നുണ്ട്. അല്ലാണ്ട് ഈ കാറ് മേടിച്ച് പത്രാസ് കാണിക്കേണ്ട ആവശ്യമില്ല ഒന്നാമതേ. പിന്നെ നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ കാറിൻ്റെ ഒരു ആഗ്രഹമല്ല, ഒരു വേണമെന്നൊരു പ്രൊസീജിയർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-3 മാസത്തിനുള്ളിൽ ഒരു സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡോ കാർ വാങ്ങും. കാരണം അത് നമുക്ക് തന്നെ വാങ്ങാവുന്നേ ഉള്ളൂ. അല്ലെ കാറ് വാങ്ങാൻ വേണ്ടി ബിഗ് ബോസിൽ പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് കാറ് വാങ്ങാനാണെന്നുള്ളൊരു ഇതുണ്ട്. അത് തെറ്റാണ്. കാറും ലൈഫിലൊരു കല്യാണവും ബിഗ് ബോസോ അല്ലെങ്കിൽ സിനിമയോ വിചാരിച്ചാലല്ല. നമുക്കൊരു ടൈം ഉണ്ടെങ്കിൽ നടന്നിരിക്കും.